ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 1 കൊരിന്ത്യർ 10-13 വചനത്തിൽ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാകുന്നു. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിനപ്പുറമായി ഒരു പരീക്ഷയും ദൈവം അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ രക്ഷയ്ക്കുള്ള മാർഗവും അവിടുന്ന് ഉണ്ടാക്കും. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആശ്വാസം നൽകുന്ന ഒരു വചനം ആണല്ലോ. അപ്രതീക്ഷിതമായി അവിചാരിതമായ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കടന്നു വരുമ്പോൾ പരാതി പറയുന്ന, പിറുപിറുക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർ പറയുന്നത് തങ്ങളെപ്പോലെ നിർഭാഗ്യവാന്മാർ ആരുമില്ലെന്നാണ്. മറ്റുള്ളവരുമായിട്ട് തങ്ങളെ തട്ടിച്ചു നോക്കിയിട്ട് തങ്ങൾ ചുമക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ വചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം സഹിപ്പാൻ കഴിയുന്നതിനപ്പുറമായി ആർക്കും ദൈവം ഒരു വേദനയും അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബിന് വന്ന പരീക്ഷ നമുക്കാർക്കും ദൈവം അനുവദിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം ഇയ്യോബിൻ്റെ പ്രകൃതി ദൈവത്തിന് അറിയാമായിരുന്നു. അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും അവരവരുടെ പ്രാപ്തി, അത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. എത്രമാത്രം വഹിപ്പാനുള്ള ക്രൂശ് ചുമക്കുവാനുള്ള കരുത്തുണ്ട് നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം. അതിനനുസരിച്ച് മാത്രമേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുവദിക്കുകയുള്ളൂ, പരീക്ഷകൾ അനുവദിക്കുകയുള്ളൂ. ഈ ചിന്ത നമ്മെ ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ക്രൂശില്ലെങ്കിൽ കിരീടമില്ല എന്നാണല്ലോ സാധാരണ പറയാറുള്ളത്. ഒരു പരിധിവരെ ശരിയാണ്. എന്നാൽ നമുക്ക് ആർക്കും പലപ്പോഴും ക്രൂശ് ഇഷ്ടമില്ല എന്നുള്ളതല്ല യാഥാർത്ഥ്യം. ക്രൂശ് ഒഴിവാക്കുവാൻ വേണ്ടി എളുപ്പവഴികൾ തേടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും വഹിപ്പാൻ പറ്റുന്ന ക്രൂശ് മാത്രമേ ദൈവം നമുക്ക് അനുവദിക്കുന്നുള്ളൂ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിൽ കൂടുതൽ പരീക്ഷ ദൈവം അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവരെ ഉറപ്പിക്കുന്നത്. ക്രൂശിനെക്കുറിച്ച് പരാതി പറഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു കഥയുണ്ട്. അവളെപ്പോഴും അവളുടെ വേദനകളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും പരാതി പറഞ്ഞ് പിറുപിറുക്കുന്ന ഒരു സഹോദരിയായിരുന്നു. തൻ്റെ ക്രൂശ് വളരെ ഭാരമുള്ളതായിരുന്നു എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. ഒരു രാത്രിയിൽ അവളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു മാലാഖ ഒട്ടേറെ ക്രൂശുകൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ നിരന്തരമായ വേദനയും ക്രൂശ് മാറ്റിത്തരണമെന്നുള്ളതിൻ്റെ ആവശ്യവും പരിഗണിച്ചാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. നിൻ്റെ ക്രൂശ് നിനക്കിഷ്ടമില്ലല്ലോ, അത് ഇവിടെ വെക്കുക. എന്നിട്ട് നിനക്കിഷ്ടമുള്ള ക്രൂശ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് ഒരുപാട് ക്രൂശുകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോയി. അവൾക്ക് സന്തോഷമായി. അവൾ സ്വന്തം ക്രൂശ് അവിടെ വെച്ചിട്ട് കുരിശുകളുടെ നീണ്ട നിര ഉള്ളതായ ആ സ്ഥലം അവൾ പരിശോധിക്കുകയാണ്. പലതും മാറി മാറി എടുത്തു. എങ്കിലും അവൾക്ക് ഒട്ടും തൃപ്തി വന്നില്ല. കാരണം താൻ എടുത്ത ക്രൂശ്, താൻ പരിശോധിച്ച ക്രൂശ് അത് ഭംഗിയുള്ളതാണെങ്കിലും നേരത്തെ താൻ ചുമന്ന ക്രൂശിനേക്കാൾ ഭാരം ഉള്ളതായിരുന്നു. അതുകൊണ്ട് വീണ്ടും അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രൂശ് തന്നെ തിരിച്ചെടുത്തു എന്നാണ് ഈ സ്വപ്നത്തിലെ കഥ. നമുക്ക് എന്താണ് വേണ്ടതെന്നും നമുക്ക് എത്രമാത്രം വഹിപ്പാനും സഹിപ്പാനും ഭാരം ചുമക്കുവാനും കഴിയുമെന്നും നമ്മെ നന്നായി അറിയുന്ന സ്വർഗീയ പിതാവിന് അറിയാം. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവമെന്നാണല്ലോ ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ളത്. ആകയാൽ നാം ഭാരപ്പെടരുത്. ഈ കഷ്ടങ്ങൾ മാറിപ്പോകും. ഈ വേദനകളും എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഏറി വരുമ്പോൾ നാം ധ്യാനിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്, തൻ്റെ ക്രൂശിനെയാണ്. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ക്രിസ്തുവിൻ്റെ
ക്രൂശിനെ, കഷ്ടാനുഭവങ്ങളെ, സാക്ഷാൽ ദൈവപുത്രനായ യേശുവിനെ നാം ധ്യാനിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹമായി പര്യവസാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഓരോരുത്തരും വചനം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, സഹിപ്പാൻ കഴിയുന്നതിനപ്പുറം ഒന്നും ദൈവം എനിക്ക് അനുവദിച്ചിട്ടില്ല. ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ ചിലത് അനുവദിക്കുന്നു എങ്കിൽ അത് സഹിപ്പാനുള്ള കൃപയും എനിക്ക് തരും. എൻ്റെ ദൈവം എന്നെ ശക്തനാക്കും. യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം പിതാവ് നൽകും എന്നുള്ള ഉറച്ച ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. പരീക്ഷകൾ, പ്രതിസന്ധികൾ, അതിനെയെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ജയിക്കണം. ജയാളികളായിട്ട് ജീവിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ പ്രകൃതി അറിയുന്ന, ഞങ്ങളെ നന്നായി അറിയുന്ന, കഴിവും കഴിവുകേടും ബലവും ബലഹീനതയും ഞങ്ങളുടെ ജീവിതത്തിലെ സകലതും അറിയുന്ന ദൈവകരങ്ങളിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പരീക്ഷിക്കപ്പെടുന്നവർക്ക് ബലവും ആശ്വാസവും ഉറപ്പും ധൈര്യവും ദൈവം കൊടുക്കണം. ആരും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകാതെ ഉറപ്പോടെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ